മുനമ്പം വഖഫ് ഭൂമി പ്രശ്നത്തിൽ ജുഡീഷ്യൽ കമ്മീഷനെ നിയോഗിക്കാൻ സർക്കാർ തീരുമാനം. മുഖ്യമന്ത്രി വിളിച്ച ഉന്നതതല യോഗത്തിലാണ് തീരുമാനം. ഭൂമിയുടെ ഉടമസ്ഥർക്ക് റവന്യൂ അധികാരം നഷ്ടമായതടക്കമുള്ള വിഷയങ്ങൾ കമ്മീഷൻ പരിശോധിക്കാം. പ്രശാന്ത് കൃഷ്ണ വിവരങ്ങളുമായി ചേർന്നുണ്ട്. പ്രശാന്ത്, ഇതാ ഇപ്പോൾ സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ഒരു നീക്കം, പ്രധാനപ്പെട്ട ഒരു നീക്കം വരികയാണ്. എന്താണ് ഈ യോഗത്തിലുണ്ടായിരിക്കുന്ന തീരുമാനങ്ങൾ? ഏറ്റവും പ്രധാന തീരുമാനം പൂജ, ജുഡീഷ്യൽ കമ്മീഷനെ വയ്ക്കാൻ സർക്കാർ തീരുമാനിച്ചിരിക്കുന്നു. ഇന്ന് മുഖ്യമന്ത്രി ഈ മുനമ്പം പ്രശ്നപരിഹാരത്തിനായി മുഖ്യമന്ത്രി വിളിച്ച ഉന്നതതല യോഗത്തിലാണ് ഈ തീരുമാനം ഉണ്ടായിരിക്കുന്നത്. അതായത് ഈ മുനമ്പം ഭൂമി, അവിടെ അത് 400 ഏക്കറിലധികം വരുന്ന ഭൂമി അത് വഖഫ് ഭൂമിയാണ് എന്നതാണ് അവിടുത്തെ പ്രദേശവാസികൾക്ക് പ്രശ്നമായി മാറിയിരിക്കുന്നത്. അവരുടെ റവന്യൂ അധികാരങ്ങൾ ഇല്ലാതായി മാറിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഭൂമിയിന് മേൽ പ്രദേശവാസികൾക്കുള്ള അവകാശം എങ്ങനെ പുനഃസ്ഥാപിക്കാം എന്നടക്കമുള്ള വിഷയങ്ങൾ സർക്കാരിന് പരിഹരിക്കേണ്ട വിഷയങ്ങളാണ്. ഇക്കാര്യത്തിൽ ഒട്ടേറെ നിയമ പ്രശ്നങ്ങളുണ്ട്, ഉയർന്നു വന്നിട്ടുണ്ട്. കാരണം ഇത് വഖഫ് ഭൂമിയാണ് എന്നത് വരുമ്പോൾ സർക്കാരിന് അതിൽ നിയമ കുഴപ്പങ്ങളുണ്ട്. അതുകൊണ്ട് തന്നെ ഈ പ്രശ്നത്തിന് പരിഹാരം കണ്ടെത്തുന്നതിനായി ഒരു ജുഡീഷ്യൽ കമ്മീഷനെ വയ്ക്കുകയും ആ ജുഡീഷ്യൽ കമ്മീഷന്റെ നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിൽ തുടർന്നുള്ള നടപടികളുമായി മുന്നോട്ട് പോകാം എന്നാണ് സർക്കാർ പരിഹാരമായി കാണുന്നത്. ഇന്ന് മന്ത്രിമാരുടെ നേതൃത്വം, അതായത് ഇന്നത്തെ യോഗത്തിൽ നിയമ, റവന്യൂ, വഖഫ് മന്ത്രിമാരും വഖഫ് ബോർഡ് ചെയർമാനും ചീഫ് സെക്രട്ടറി അടക്കമുള്ള ഉദ്യോഗസ്ഥരും ഇന്നത്തെ യോഗത്തിൽ പങ്കെടുത്തിട്ടുണ്ട്. ഈ യോഗത്തിലാണ് സർക്കാർ ആദ്യം ഈ മുനമ്പത്തെ ഭൂമിയുടെ ഉടമസ്ഥർക്ക് അവരുടെ അധികാരങ്ങൾ, ഉടമസ്ഥാവകാശം സംബന്ധിച്ച അധികാരങ്ങൾ സംബന്ധിച്ച തീരുമാനം സർക്കാർ കൈക്കൊണ്ടേക്കുമെന്ന ചില സൂചനകളുണ്ടായിരുന്നു. പക്ഷേ നിയമപരമായും അതിന് സർക്കാരിന് സാധിക്കില്ല എന്ന് വഖഫ് ബോർഡിന്റെ പ്രതിനിധികളെല്ലാം തന്നെ ഇത് അഭിപ്രായം പങ്കുവച്ചത്. അതുകൊണ്ട് തന്നെ ഒരു ജുഡീഷ്യൽ കമ്മീഷന് വെച്ച് നിയമപരമായുള്ള പ്രശ്നങ്ങൾ എങ്ങനെ പരിഹരിക്കാം, അല്ലെങ്കിൽ ജുഡീഷ്യൽ കമ്മീഷന്റെ നിർദ്ദേശത്തിന്റെ മുന്നോട്ട് പോകാം എന്ന ഒരു തീരുമാനം. തീർച്ചയായും പ്രശാന്ത്, എന്തായാലും നമ്മൾ മുനമ്പത്തേക്ക് കൂടി പോവുകയാണ്. അവിടെ നിന്നും സ്നേഹമോൾ നയനം കൂടി ചേരുന്നുണ്ട്. സ്നേഹ, വലിയ പ്രതിഷേധമാണ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. ഇതിനോടകം തന്നെ വലിയ രീതിയിൽ ചർച്ചയായിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഒട്ടനവധി നിയമ പ്രശ്നങ്ങളുണ്ട്. ഒരു പ്രശ്ന പരിഹാരം ഉണ്ടാവുക എന്നത് സംബന്ധിച്ച് അത് കൃത്യമായി നടപ്പിലാക്കേണ്ട ഒരു കാര്യം തന്നെയാണ്. കാര്യങ്ങൾ സർക്കാരിന്റെ കയ്യിൽ കൂടിയാണ്. ഇപ്പോൾ ഒരു ജുഡീഷ്യൽ കമ്മീഷനെ നിയോഗിക്കുന്ന ഒരു വിവരം പുറത്തേക്ക് വരുമ്പോൾ അവിടെ നിന്നുള്ള പ്രതികരണങ്ങൾ ഉൾപ്പെടെ എങ്ങനെയാണ്? ശരി, സ്നേഹയിലേക്ക് നമുക്ക് തിരികെ എത്താം. സ്നേഹ മുൻപത്തെ സമരപ്പന്തലിൽ നിന്നാണ് വിവരങ്ങളുമായി ചേർന്നത്. സ്നേഹ, കേൾക്കാമെങ്കിൽ എങ്ങനെയാണ് അവിടെയുള്ള പ്രതികരണങ്ങൾ? പ്രത്യേകിച്ച് ഇതാ സർക്കാരിന്റെ ഭാഗത്തു നിന്നും ഒരു നീക്കം വരികയാണ്. ജുഡീഷ്യൽ കമ്മീഷനെ നിയോഗിക്കാൻ പോകുന്നു. കുറെ നാളായി പ്രശ്നം നടക്കുകയാണ്. കൃത്യമായിട്ടുള്ള ഒരു പരിഹാരം ഉണ്ടാകണം. ഇങ്ങനെ ഒരു തീരുമാനം വരുന്നത് ഉൾപ്പെടെ അവിടെയുള്ള ആൾക്കാരുടെ പ്രതികരണം ഒരുപക്ഷെ എങ്ങനെയായിരിക്കും? പൂജ, പതിറ്റാണ്ടുകൾ നീണ്ട ഭൂമി തർക്കം ഇപ്പോൾ 41 ദിവസത്തെ റിലേ സമരം പിന്നിടുമ്പോഴാണ് ഇപ്പോൾ സർക്കാർ അന്വേഷണത്തിന് ജുഡീഷ്യൽ കമ്മീഷനെ നിയോഗിച്ചു എന്നുള്ള തീരുമാനം ഉണ്ടായിരിക്കുന്നത്. രാവിലെ മുതൽ ഏറെ പ്രതീക്ഷയിലായിരുന്നു സമരപന്തലിലുള്ള ആളുകൾ. ചേട്ടാ, എങ്ങനെയാണ് ഇപ്പോൾ ജുഡീഷ്യൽ കമ്മീഷനിലേക്ക് വിട്ടിരിക്കുകയാണ്? എന്താണ് രാവിലെ മുതൽ പ്രതീക്ഷയിലായിരുന്നു? അല്ല, ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾക്ക് റവന്യൂ അവകാശങ്ങൾ പുനഃസ്ഥാപിച്ച് കിട്ടുക എന്നുള്ളത് തന്നെയാണ് ഞങ്ങൾക്ക് ഉണ്ടായിരുന്ന ഏക സ്വരത്തിലുള്ള അഭിപ്രായം. പക്ഷേ ഒരു ജുഡീഷ്യൽ കമ്മീഷനെ വെച്ച് അത് നിസാർ കമ്മീഷനെ പോലെ ഒത്തിരി ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കുന്നത് നമുക്ക് ശാശ്വതമായ ഒരു പരിഹാരത്തിൽ നിന്നും തെന്നുമാറി ഞങ്ങളെ ഇവിടുത്തെ ഉള്ള ആളുകൾക്ക് വീണ്ടും സമയം നീട്ടിക്കൊണ്ടു പോകാനുള്ളതാണോ എന്നുള്ളത് ഞങ്ങൾക്ക് ബലമായ സംശയമുണ്ട്. അതുകൊണ്ട് തന്നെ എന്താണ് അടുത്ത നടപടിക്രമം എന്നുള്ളത് ഞങ്ങൾ വികാരി അച്ഛനും അതേപോലെ ബിഷപ്പും കോട്ടപ്പുറം രൂപതാ മെത്രാനുണ്ട്, അംബ്രോസ് പിതാവും ജോസഫ് കളത്തിപ്പറമ്പിൽ പിതാവും അതേപോലെ തന്നെ SNDPയുടെ നേതൃത്വവും വേട്ടുവ മഹാസഭയുടെ നേതൃത്വവും എല്ലാവരും കൂടിയിരുന്ന് ഞങ്ങൾ ആലോചിച്ച് ഇന്നും നാളെയുമായിട്ട് അതിനു വേണ്ടിയിട്ടുള്ള കാര്യങ്ങളെല്ലാം നടക്കും. അതാണ് ഞങ്ങളെടുത്ത ഇപ്പോൾ ഈ സമയത്ത് ഞങ്ങൾ അച്ഛനായിട്ടിരുന്ന് നടത്തിയ ചർച്ചയിൽ ഞങ്ങൾ എടുത്തിട്ടുള്ളത്. 2 വർഷമായിട്ട് നിങ്ങളുടെ റവന്യൂ അവകാശങ്ങളൊക്കെ നിഷേധിക്കപ്പെട്ടിരിക്കുകയാണല്ലോ. അപ്പോൾ സർക്കാർ ജുഡീഷ്യൽ കമ്മീഷനിലേക്ക് ഈ തീരുമാനമിട്ടതിനെങ്ങനെയാണ്? ഇനിയൊരു കമ്മീഷൻ്റെ ആവശ്യമില്ല. കാരണം ഇത് ഒരുപാട് അന്വേഷിച്ചല്ലേ. ഇനിയും അന്വേഷിച്ച് സമയം കളഞ്ഞാൽ അതുകൊണ്ട് ഫലത്തിൽ ഞങ്ങൾക്ക് ഞങ്ങളുടെ കാര്യം നടക്കാൻ താമസം വരും. ഇതിൻ്റെ ഒരു ആവശ്യമുണ്ടായിരുന്നില്ല എന്നാണ് എൻ്റെ തീരുമാനം. നമുക്ക് വികാരി അച്ഛൻ്റെ പ്രതികരണത്തിലേക്ക് പോകേണ്ടതുണ്ട്. ഏതായാലും വെറും അതായത് അവരുടെ ഭൂസംരക്ഷണം, അതായത് റവന്യൂ സംരക്ഷണം അടക്കമുള്ള കാര്യങ്ങൾക്ക് വേണ്ടി നിർത്തിയ ഒരു
സമരമായിരുന്നു ഇത്. അതായത് മുനമ്പത്ത് വേണ്ടത് താൽക്കാലികമായൊരു ആശ്വാസമല്ല, ശാശ്വതമായൊരു പരിഹാരമാണ്. ഇപ്പോൾ വികാരി അച്ഛനാണ് നമുക്കുള്ളത്. ഇപ്പോൾ എങ്ങനെ കാണുന്നു ഈ തീരുമാനം? ഒഫീഷ്യലായിട്ട് നമുക്കൊന്നും അറിവില്ല. ഇപ്പോൾ നമ്മൾ ചാനലുകളിൽ കാണുന്നതാണ് ജുഡീഷ്യൽ കമ്മീഷനെ അവർ വയ്ക്കുമെന്ന്. അപ്പോൾ ഞങ്ങൾ സമിതി കൂടി ഇതിനെക്കുറിച്ച് കാര്യങ്ങൾ പഠിക്കും. മാത്രമല്ല ജുഡീഷ്യൽ കമ്മീഷൻ്റെ അവസ്ഥകൾ എന്താണ്, അവരുടെ സമയപരിധി എന്താണ് അതിലവർ നോക്കാൻ പോകുന്നത്, ഇതെല്ലാം നമ്മൾ പഠിച്ചിട്ടായിരിക്കും ഈ കാര്യങ്ങൾ പറയുന്നത്. എന്തായാലും രാവിലെ മുതൽ ഒത്തിരി പ്രതീക്ഷയിലായിരുന്നല്ലോ അത് ജനാധിപത്യപരമായി സർക്കാർ ഒരു തീരുമാനം കൈക്കൊള്ളും എന്നുള്ളത്. അപ്പോൾ എങ്ങനെയാണ് ഈ പ്രതീക്ഷയിൽ എന്തെങ്കിലും മങ്ങലേറ്റിട്ടുണ്ടോ? തീർച്ചയായിട്ടും ഒത്തിരി പ്രതീക്ഷയോടുകൂടി ഞങ്ങൾ കാത്തിരിക്കുന്നത്. ഇതിൻ്റെ അവസ്ഥകൾ എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കണം. മാത്രമല്ല ഒഫീഷ്യലായിട്ട് ഞങ്ങൾക്ക് വേറെ കമ്മ്യൂണിക്കേഷൻസ് ഒന്നും തന്നെ വന്നിട്ടില്ല. വന്നതിന് ശേഷമായിരിക്കും നമ്മൾ അതിനെക്കുറിച്ച് പ്രതികരിക്കുന്നത്. എന്തായാലും രാവിലെ മുതൽ തന്നെ സമരപന്തലിലെ ആളുകൾ വലിയ പ്രതീക്ഷയിലായിരുന്നു. അതായത് ഇന്ന് തന്നെ ഈ സമരം അവസാനിപ്പിക്കാൻ തന്നെ അവർ തയ്യാറായിരുന്നു. എന്തായാലും ഇനിയും കാത്തിരിക്കാൻ തയ്യാറല്ല എന്നാണ് ആളുകൾ പറയുന്നത്. ചേട്ടാ, എങ്ങനെ കാണുന്നു ജുഡീഷ്യൽ കമ്മീഷനെ അനുസരിക്കാനായിട്ട്? ഇത് ഞങ്ങൾക്ക് ഞങ്ങളുടേതായ സ്ഥലങ്ങൾ ഞങ്ങൾക്ക് കിട്ടണമെന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രധാനമായ കാര്യങ്ങൾ. ഞങ്ങളുടെ ജീവിതകാലത്ത് ചെറുകാലത്തും തുടങ്ങി ചുള്ളിയും കാടും മറ്റുള്ളതൊക്കെ ഉണ്ടായിരുന്നതാണ്. ഇപ്പോഴും ഞങ്ങൾ അധ്വാനിച്ച് കൃഷിയും കടലിൽ പോയി ബോട്ടും ഒക്കെ ഉണ്ടാക്കി എന്നിട്ട് പിന്നെ മറ്റുള്ള കാരണങ്ങൾക്ക് ഒരു ഇതുമില്ലാത്ത രീതിയിലേക്ക് എനിക്ക്. ഏതായാലും നിങ്ങളുടെ അവകാശം, അതായത് ഒരു ലോൺ എടുക്കുക സാധ്യമല്ല, വിവാഹം അടക്കമുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ പ്രതിസന്ധികൾ നേരിട്ടിരുന്നു. അതെ, അത് ലോൺ എടുക്കാൻ സാധ്യതയില്ല. പിന്നെ നമ്മളെ മക്കളെ പഠിപ്പിക്കാനോ മറ്റുള്ള കാരണങ്ങൾക്ക് വിവാഹത്തിന് ഒരു കാരണത്തിനും കാര്യം നടക്കണില്ല, പട്ടയം വെക്കാനൊന്നും. അപ്പം അങ്ങനെയൊക്കെ ഉള്ള കാരണങ്ങളൊക്കെ എല്ലാം ഉണ്ട്. ഇനിയും ശക്തമായി സമരം തുടരാൻ തന്നെയാണോ നിങ്ങളുടെ തീരുമാനം? അതെ, ശക്തമായിട്ട് തുടരാനുള്ള പ്ലാന്. എങ്ങനെയാണ് ഈ ഒരു പ്രദേശത്തൊക്കെ ബ്ലേഡ് സംഘങ്ങളൊക്കെ ഭയങ്കര സജീവം? അതൊന്നും എനിക്കറിയാൻ പാടില്ല. ഞങ്ങളുടെ ഭൂമി ഞങ്ങൾക്ക് കിട്ടണം, അതുവരെ ഞങ്ങൾ സമരം ചെയ്യും. ഏതായാലും പൂജ, നീണ്ട 41 ദിവസം നീണ്ടുനിന്ന നിരാഹാര സമരമായിരുന്നു ഇത്. ഏതായാലും ജനങ്ങൾക്ക് തന്നെ വലിയ പ്രതീക്ഷയിലായിരുന്നു. അതായത് അവരുടെ ഭൂമി അവരുടെ കൈകളിൽ തന്നെ സുരക്ഷിതമായി തിരിച്ചെത്തും എന്നൊരു പ്രതീക്ഷയിലായിരുന്നു ഇവിടെ. എന്തായാലും നിരാഹാരം അവസാനിപ്പിക്കുക സാധ്യമല്ല. എന്തായാലും തങ്ങളുടെ അവകാശങ്ങൾ നേടിയെടുക്കാനായിട്ട് അവർ മുന്നോട്ട് പോകും എന്ന് തന്നെയാണ് പറയുന്നത്. ശരി സ്നേഹ, എന്തായാലും ഇന്നത്തെ ഉന്നതതല യോഗത്തിൽ തങ്ങൾക്ക് അനുകൂലമായ തീരുമാനങ്ങൾ ഉണ്ടാകും എന്നുള്ള പ്രതീക്ഷ അവിടെയുള്ളവർക്കുണ്ടായിരുന്നു, പ്രതിഷേധക്കാർക്കെല്ലാം ഉണ്ടായിരുന്നു. ഈ ഒരു ജുഡീഷ്യൽ കമ്മീഷനെ നിയോഗിക്കാനുള്ള സർക്കാർ തീരുമാനം അത് നിരാശാജനകം തന്നെയാണ്. എന്തിനാണ് ഇങ്ങനെ ഒരു കമ്മീഷനെ നിയോഗിക്കുന്നത്, സമയം ഇനിയും നീണ്ടു പോവുകയല്ലേ എന്നതുൾപ്പെടെയുള്ള പ്രതികരണങ്ങൾ മുനമ്പത്ത് നിന്നും ഇപ്പോൾ നമ്മൾക്ക് മുന്നിലേക്ക് വന്നിട്ടുണ്ടായിരുന്നു. എന്തായാലും ഇങ്ങനെ ഒരു തീരുമാനം വന്ന സാഹചര്യത്തിൽ കൂടിയാലോചനകൾ നടത്തി തീരുമാനമെടുക്കും എന്ന തരത്തിലുള്ള പ്രതികരണങ്ങൾ അവിടെ നിന്ന് വരുന്നുണ്ട്. ആ രീതിയിൽ നിരാശാജനകമാണ് കാര്യങ്ങൾ എന്നാണ് മുനമ്പത്തുള്ളവർ പറയുന്നത്. എന്താണ് സർക്കാർ തീരുമാനം എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങളാണ് പ്രശാന്ത് കൃഷ്ണയും മുനമ്പത്ത് നിന്ന് സ്നേഹമോൾ നയനാനും ഇപ്പോൾ നമ്മൾക്ക് നൽകിയത്.